പാലക്കാട് നെല്ലിയാമ്പതിയിൽ വയോധികരുടെ വീട് നിലംപൊത്തി. വിത്തനശ്ശേരി ലക്ഷം വീട് ഉന്നതിയിലെ രാമസ്വാമി, മുരുകമ്മ എന്നിവരുടെ ഒറ്റമുറി വീടാണ് തകർന്നു വീണത്. ഗോകുൽ VS ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, വീടിനിഞ്ഞു വീഴുമ്പോൾ ഇരുവരും ഈ വീട്ടിലുണ്ടായിരുന്നു. അവർക്ക് പരിക്കുണ്ടോ? ഇരുവരും ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. രാമസ്വാമി മുരുകമ്മയും മറ്റൊരു വീട്ടിലേക്ക് മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു അപകടം ഒഴിവായി. വിത്തനശ്ശേരിയിലെ ലക്ഷം വീട് കോളനിയിലെ രാമസ്വാമിയുടെയും മുരുകമ്മയുടെയും വീടാണ്, ഒറ്റമുറി വീടാണ് തകർന്നത്. ഇന്നലെ അർദ്ധരാത്രി വലിയ കാറ്റ് ജില്ലയിൽ വീശിയിരുന്നു. ഈ കാറ്റിൽ വ്യാപകമായി പലയിടങ്ങളിൽ നാശനഷ്ടം വന്നിട്ടുണ്ട്. ഇപ്പോൾ നെന്മാറയിൽ മാത്രമല്ല, പാലക്കാട് മംഗലം ഡാം ചിറ്റടിയിലും റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ കാറ്റിൽ മറ്റൊരു പ്രദേശത്ത് വീടിന് മുകളിലേക്ക് മരം വീണ്, തച്ചമ്പാറ മേഖലയിലാണ് മരം വീണ് അപകടമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട് ഇലപ്പുള്ളിയിൽ വീടിന്റെ ഒരു ഭാഗം തകരുകയും ചെയ്തിരുന്നു. അതായത് ഇലപ്പുള്ളിയിലെ വീട് ഒരു പകുതി ആണ്. ശക്തമായ കാറ്റ് കൂടി പെയ്തതോടെ ബാക്കി ഭാഗം കൂടി ഇലപ്പുള്ളിയിൽ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയും ആ വീട്ടിൽ ആരുമില്ലാത്തതിനാൽ വലിയ രാത്രി ശക്തമായ കാറ്റ് ജില്ലയിൽ പരക്കെ വീശി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് വ്യാപകമായ നഷ്ടം പല മേഖലയിലും റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ അട്ടപ്പാടി അടക്കമുള്ള വൈദ്യുതി ബന്ധം ഇപ്പോഴും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്.